കോഴിക്കോട് ഫറൂഖിൽ ജ്വല്ലറിയിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി തട്ടിപ്പ് നടത്തിയവർ അറസ്റ്റിൽ. NEFT വഴി പണം ട്രാൻസ്ഫർ ചെയ്തെന്ന് ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ്. കണ്ണൂർ സ്വദേശി അഭിഷേക്, പേരാവൂർ സ്വദേശി അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് ഫറോക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ജ്വല്ലറിയിലായിരുന്നു തട്ടിപ്പ്. ഇക്കഴിഞ്ഞ 30-ന് കണ്ണൂർ സ്വദേശി അഭിഷേക് ജ്വല്ലറിയിലെത്തി 4 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. ഫോണിൽ നിന്ന് NEFT വഴി പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ജ്വല്ലറി ഉടമയോട് പറഞ്ഞു. പണം കൈമാറിയെന്ന് പറഞ്ഞ് ട്രാൻസാക്ഷൻ വിജയിച്ചുവെന്ന മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രീൻഷോട്ടും ഉടമയെ കാണിച്ചു. പണം നൽകിയത് NEFT വഴി ആയതിനാൽ അല്പസമയത്തിനുള്ളിൽ അക്കൗണ്ടിലെത്തുമെന്ന ഉടമയെ വിശ്വസിപ്പിച്ച് അഭിഷേക് സ്വർണവുമായി ജ്വല്ലറിയിൽ നിന്ന് കടന്നു. പണം വരാൻ വൈകുന്നത് സെർവർ തകരാറാണെന്ന് കരുതിയിരുന്ന ജ്വല്ലറി ഉടമ 2 ദിവസം പിന്നിട്ടതോടെയാണ് ഫറോക്ക് പോലീസിൽ വിവരമറിയിച്ചത്. ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ തട്ടിപ്പ് പോലീസിന് ബോധ്യമായി. ഇതിനിടെ രണ്ടാം പ്രതി പേരാവൂർ സ്വദേശി അഷ്റഫും അഭിഷേകും ചേർന്ന് സ്വർണം 2 ജ്വല്ലറികളിലായി വിറ്റു. ശേഷം ഇരുവരും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തി. ഡൽഹിയിലെ ഒരു ആഡംബര ഹോട്ടലിലാണ് ഇരുവരും താമസിച്ചത്. പിന്നീട് പ്രതികൾ വിമാനത്തിൽ തന്നെ തിരിച്ചെത്തി. വടകരയിൽ വെച്ചാണ് അഭിഷേകിനെ ക്രൈം സ്ക്വാഡും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടിയത്. വടകരയിലെ ജ്വല്ലറിയിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടത്താനായിരുന്നു ഇയാളുടെ ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. വടകരയിലെ ജ്വല്ലറിയിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തെന്നും വിൽക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഷേകിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തിയാണ് അഷ്റഫിനെ പിടികൂടിയത്. ഈ സമയം അഷ്റഫ് എറണാകുളത്തായിരുന്നു. അഭിഷേക് വിവിധ സ്ഥലങ്ങളിലായി 10ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. ഫറോക്കിലെ ജ്വല്ലറിയിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് 170 രൂപ മാത്രമാണെന്നും പോലീസ് കണ്ടെത്തി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.